ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിക്കൽ ചോദ്യമാണ്. എന്തായാലും ഷുവറായിട്ടും ചോദിക്കണം എന്നൊന്നുമില്ല, എന്നാലും ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാണെങ്കിൽ കുറച്ച് വ്യത്യസ്തമായ രീതികൾ ഉപയോഗിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ചോദ്യം ഇത്രയേ ഉള്ളൂ: എ സോളിഡ് സർക്കുലർ ഡ്രം ഓഫ് റേഡിയസ് 0.3. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് വന്നിട്ടുണ്ട് എത്രയാണ്? 0.3. ഇനി വെയിറ്റ് വന്നിട്ടുണ്ട് 150 ന്യൂട്ടൺ. ഈ ഡ്രമ്മിൻ്റെ വെയിറ്റ് ആണ് വന്നേക്കണത് 150 ന്യൂട്ടൺ. ഈസ് ഫ്രീ ടു റൊട്ടേറ്റ് അബൌട്ട് ജിയോമെട്രിക്കൽ ആക്സിസ്. അതായത് ഇത് റൊട്ടേഷന് ഫ്രീ ആയിട്ട്, അതായത് റൊട്ടേഷന് ചെയ്യാൻ അതിന് പറ്റും. വൗണ്ട് അറൗണ്ട് എ സർക്കംഫറൻസ് ഓഫ് ഡ്രം ഈസ് എ ഫ്ലെക്സിബിൾ കോഡ് ഓഫ് ക്യാരിയിങ് അറ്റ് ഇറ്റ്സ് ഫ്രീ ആൻഡ് എ വെയിറ്റ് ഓഫ് 45 ന്യൂട്ടൺ. അതായത് ഏകദേശം ഒരു 45 ന്യൂട്ടൻ്റെ ഒരു വെയിറ്റ് ഇതിൻ്റെ താഴെ ഉണ്ട്, താഴോട്ട് വലിക്കുന്നുണ്ട്. അത് ക്യൂ ആയിട്ടാണ് അവർ റെപ്രസെൻ്റ് ചെയ്തേക്കണം. ഇനി ഇഫ് ദ വെയിറ്റ് ഈസ് റിലീസ്ഡ് ഫ്രം റെസ്റ്റ്, അതായത് ഇതിങ്ങനെ ഇത് റെസ്റ്റിൽ നിന്നാണ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ 3 മീറ്റർ ഈ ക്യൂ താഴാൻ എത്ര സമയം എടുക്കുന്നു? 3 മീറ്റർ ഈ ക്യൂ താഴാൻ, അതായത് ഇത് ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ ഇത് തിരിയാൻ പറ്റുമല്ലോ ഇതിന്. അപ്പം അത് താഴോട്ട് വരും. അപ്പം അങ്ങനെ ആകുമ്പോൾ ക്യൂവും താഴോട്ട് വരും. 3 മീറ്റർ താഴോട്ട് വരാൻ എന്താ ചോദിച്ചേക്കണേ, എത്ര സമയം എടുക്കുന്നു? അപ്പം നമുക്ക് കുറച്ച് റിലേഷനുകൾ മനസ്സിലാക്കി വെക്കാം. എന്ന് പറഞ്ഞത് S=UT, ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈമും ഡിസ്പ്ലേസ്മെൻറ്റും കണക്ട് ചെയ്തിട്ടുള്ള ഒരേ ഒരു ഇക്വേഷനുള്ളൂ ഈ ലോകത്ത്. അത് S=UT+12AT². ഇവിടെ റെസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ട്, റിലീസ്ഡ് ഫ്രം റെസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? S=12AT². അതായത് എസ് എന്ന് പറയുന്നത് ഇവിടെ 3 അല്ലേ, =12 AT². ഇനി ബാക്കിയുള്ള കണ്ടീഷനിന് എന്താപ്പായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈമാണ് ചോദിച്ചേക്കണത്. നമുക്ക് ഈ ആക്സലറേഷൻ കണ്ടുപിടിച്ചാലേ നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ എന്താ വേണം? അതിനാണ് ഈ ഇക്വേഷൻ തന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ടോർക്ക് =I∝. നമ്മൾ ഫോഴ്സ് =ma എന്ന് എഴുതില്ലേ? ഫോഴ്സ് =ma. അതേപോലെ ഫോഴ്സിൻ്റെ റൊട്ടേഷണൽ അനലോഗാണ് ടോർക്ക്. അതേപോലെ മാസിൻ്റെ റൊട്ടേഷണൽ അനലോഗാണ് I. ആക്സലറേഷൻ്റെ എന്താണ്? ആംഗുലർ ആക്സലറേഷൻ ആൽഫ. അപ്പോൾ ടോയ്സ് =I∝. ഈ ഇക്വേഷൻ നമ്മൾ ഓർത്തിരുന്നാൽ മതി. അത് +2 നമ്മൾ കുറേ പ്രാവശ്യം നോക്കിയതാണ്. ആ ഇക്വേഷന് നമുക്കറിയാം. പിന്നെന്തൊക്കെ ഇക്വേഷൻ അറിയാം? ടോയ് =I∝. അപ്പോൾ ഇവിടെ ഞാൻ I∝ എന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അത് സർക്കുലർ ഡ്രമ്മിൻ്റെ, അപ്പോൾ ഇതൊരു ഡ്രമ്മാണ്, ഡിസ്ക്കാണ്. ഡിസ്കിൻ്റെ I എന്ന് പറയുന്നത് എന്തായിരിക്കും? mr²/2. mr²/2. അപ്പം നമുക്ക് ഇനി ആൽഫയും കൂടി കണ്ടെത്തിയാൽ മതി, I∝. അപ്പം ടോർക്കായില്ലേ, T=I∝ =mr²/2 ആൽഫ. ആൽഫ എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് ആക്സലറേഷൻ്റെ ടൈമിൽ കിട്ടിയാൽ മാത്രമേ കാര്യമുള്ളൂ, അല്ലാണ്ട് ആൽഫ എന്നങ്ങോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും എനിക്ക് അനക്കാൻ പറ്റിയില്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ ആക്സലറേഷൻ നമുക്കറിയാലോ, V=r⍵. അതായത് ലീനിയറിൻ്റെ സംഭവം എന്ന് പറയുന്നത് ലീനിയറാണ്. വെലോസിറ്റി സാധാ, അതിനെ നമുക്ക് r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് r-നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തിന്? ആംഗുലർ വെലോസിറ്റീനെ r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ലീനിയർ വെലോസിറ്റി കിട്ടി. എന്നതുപോലെ r കൊണ്ട് എന്തിനെ? ആൽഫേനെ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്സലറേഷൻ കിട്ടും, സാധാ ആക്സലറേഷൻ. അപ്പോൾ ആൽഫ എന്താണ് ഇതിന്ന്? ആൽഫ =A/r. അപ്പം അത്ര ഇത് കിട്ടില്ലേ? അതായത് ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റീനെ r കൊണ്ട് ഗുണിച്ചു. അതേ സിമിലർ രീതിയിൽ നമുക്ക് ആക്സലറേഷനും അങ്ങനെ ഡിഫൈൻ ചെയ്യാം.
ആക്സലറേഷൻ എന്ന് പറയുന്നത്, അതായത് ലീനിയർ ആക്സലറേഷൻ എന്ന് പറയുന്നത് റൊട്ടേഷണൽ ആക്സലറേഷൻ ഇൻറ്റു ആർ ആണ്. അപ്പോൾ അത് നമുക്ക് ആൽഫയ്ക്ക് പകരം എന്ത് കൊടുക്കാം? ഐ ആൽഫ എന്നല്ല, ടോയ്സുകൾ ഐ ആൽഫ, ആൽഫയ്ക്ക് പകരം എ ബൈ ആർ എന്ന് കൊടുക്കാം. എ ബൈ ആർ. ഇത്രയും എനിക്കറിയാം. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇതിൽ താഴോട്ടാണ് ഇവിടെ ഫോഴ്സ് വലിക്കണേ. അത് പി ആയിട്ട് എടുക്കാണ്. ടെൻഷൻ എന്ന് വേണമെങ്കിൽ ടി ആന്ന് വേണമെങ്കിൽ എടുക്കാം, പി ആന്ന് വേണമെങ്കിൽ എടുക്കാം. ഇവിടെ ഇവരുടെ രീതി തന്നെ എടുത്ത് നോക്കാം, അതാണ് നല്ലത്. അപ്പൊ നമുക്ക് പി ആന്ന് എടുക്കാം. അപ്പൊ താഴോട്ടുള്ള ഫോഴ്സ് ഉണ്ട്, അത് പി. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു കണ്ടീഷൻ എഴുതാവുന്നതാണ്, ഏറ്റവും ടിപ്പിക്കൽ ആയിട്ടുള്ള കാര്യം. 45 എന്ന് പറയുന്നത് താഴോട്ട് വലിക്കാവുന്നതുകൊണ്ട്, താഴോട്ടല്ലേ പോണത് ഈ ബോഡി ക്യൂ. അതിന്റെ അർത്ഥം താഴോട്ടാണ് ഫോഴ്സ് കൂടുതൽ. അപ്പൊ 45 ആണ് ഏറ്റവും വലുത്, മനസ്സിലായില്ലേ? മൈനസ് പി, പി മേലോട്ടാണ് എന്ന് പറയുന്നത്. എന്താണ് ഫോഴ്സ്? നമുക്കറിയാലോ, ഇതാണ് നെഗറ്റീവ് ഫോഴ്സ്. നെഗറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എന്തായിട്ട് എടുക്കും? ന്യൂട്ടൺസ് സെക്കൻഡ് ലോ പ്രകാരം മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറഞ്ഞെടുക്കും. ഇവിടെ മാസ് എന്താണ്? ക്യൂ ബൈ ജി, അതല്ലേ? കാരണം 45 ന്യൂട്ടനാണ് ഇതിന്റെ വെയിറ്റ്. അപ്പൊ 45 ഹരിക്കണം 9.8 ഇൻറ്റു, അപ്പൊ ക്യൂ ബൈ ജി ഇതിന്റെ മാസായി, ഇൻറ്റു ആക്സലറേഷൻ എന്താണ്? ഇനി നമുക്കൊരു കാര്യം മനസ്സിലാവും, ഈ ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഈ പി ആണ്. കാരണം എന്താണ്? പി ഇൻറ്റു ആർ ആണ്. നമുക്ക് വേറൊരു ഇക്വേഷൻ അറിയാലോ, ടോർക്ക് എന്ന് പറയുന്നത് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചു വെച്ചേക്കണം. എന്താണ് ടോർക്ക്? ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ ഫോഴ്സ് എന്താണ്? ഈ ക്യൂന്ന് 45 നേരെ എഴുതി വെക്കരുത്. കാരണം എന്താണ്? പി എന്ന് പറയുന്ന ഫോഴ്സ് അത് അങ്ങോട്ടും മേലോട്ടും ഉണ്ട്. അപ്പൊ അതും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഫോഴ്സ് നമ്മൾ എഴുതാൻ പാടുള്ളൂ. അപ്പൊ ഫോഴ്സ് പി എന്ന് പറയുന്നതാണ് മേലോട്ട്. അപ്പൊ നമ്മള് ഇതിന് നെറ്റായിട്ട് താഴോട്ട് വലിക്കണത് ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ പി മാത്രമാണ് താഴോട്ട്, മനസ്സിലായില്ലേ? പിന്നെ ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം പി മേലോട്ട്, മനസ്സിലായില്ലേ? ടെൻഷൻ പോലെ എടുക്കണം. അപ്പൊ നമുക്ക് ഇവിടെ എന്തെടുക്കാം? ടോർക്ക് ഈസ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. താഴോട്ടുള്ള ഫോഴ്സ് പി, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്? 0.3 തന്നെ. അതെ, റേഡിയസ് അല്ലേ, ഒരു സർക്കിളിന്റെ റേഡിയസ്. അപ്പൊ നമുക്ക് 0.3 മനസ്സിലായില്ലേ? ഇതിന് ഇപ്പൊ ടോ കിട്ടി, ഇതാണെന്നറിയാലോ. ടോ ഈസ് ഈക്വൽ ടു mr² / 2 ഇൻറ്റു a ബൈ ആർ ഈക്വൽ ടു പി ഇൻറ്റു 0.3. ഇത് പ്രകാരം, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എന്താക്കാം? ഇതൊക്കെ ഞാൻ വായിക്കാണേ. നമുക്ക് എന്താക്കാം? ഈ പിക്ക് പകരം, ഇവിടെ പിക്ക് പകരം എന്തിടണം? mr² / 2 ഇൻറ്റു a ബൈ ആർ ഇൻറ്റു 0.3. ഈ 0.3 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാണേ. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. എന്ത് ഇക്വേഷൻ കിട്ടിയേ? mr² / 2 ഇൻറ്റു 0.3 ഇൻറ്റു ആർ ഈക്വൽ ടു പി. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. അപ്പൊ നമുക്ക് ഈ പിക്ക് പകരം ഇവിടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലേ? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൂടെ? അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമ്പോ 45 ഇപ്പുറത്തേതാ അല്ലേ? ഇവിടെ ഭയങ്കര ഇപ്പുറത്തേതാ, ഇവിടെ ഇതാ 45 മൈനസ് mr² / 2. ഇതെന്താണ്? എന്താണിത്? ഐ ആണിത്. എന്തിന്റെ? ഈ ഡ്രമ്മിന്റെ.
അപ്പൊ ഈ ഡ്രമ്മിന്റെ വെയിറ്റ് അല്ല എടുക്കേണ്ടത്. ഇതില് ഡ്രമ്മിന് വെയിറ്റ് 150 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വെയിറ്റ് തന്നു കഴിഞ്ഞാൽ അതിനെ മാസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആക്സലറേഷൻ ഓഫ് ഗ്രാവിറ്റി കൊണ്ട് ഹരിക്കാം. അപ്പൊ 9.8 കൊണ്ട് ഹരിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? എമ്മിന് പകരം 150 ബൈ 9.8 ഇൻറ്റു, ഇനി അതേപോലെ ഇൻറ്റു 0.3 ഇൻറ്റു 2. അടുത്ത സാധനങ്ങളൊക്കെ മറക്കാതെ എഴുതണേ. പിന്നെ അതേപോലെ 6 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ റേഡിയസ് എത്രയാണ്? 0.3 ഹോൾ സ്ക്വയർ. ഇനി എ ബൈ ആർ അല്ല, ഇല്ല, എ ബൈ ആർ അല്ലെ, 6 എന്ന് പറയുന്നത് ഇവിടെ അതെ 0.3 അങ്ങനെ. കുറെ 0.3കളുണ്ട്. അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് വെട്ടിപ്പോ. ഇത് വെട്ടാ, ഇതായിട്ട് വെട്ടാം. പിന്നെന്താ ഉള്ളത്? 150 ഹരിക്കണം 2 എത്രയാണ്? 75. 150 ഹരിക്കണം 2 75. ഇത് പോയി, രണ്ടും പോയി. അപ്പൊ ഇതൊക്കെ ഒന്ന് വൃത്തിയിലാക്കി ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇതിങ്ങനെ കിട്ടും. അപ്പൊ എന്ത് കിട്ടി? 45 മൈനസ് 75 എ ബൈ 9.8 ഈക്വൽ ടു, കഴിഞ്ഞില്ല, ഇപ്പുറത്തെ ഭാഗം ഉണ്ട്. 45 ബൈ 9.8. ഇനി ഇതിൽ നിന്ന് 9.8 കോമൺ എടുത്ത് ഗുണിച്ച് കഴിഞ്ഞാൽ 45, ഇത് സോൾവ് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? 45 ഇൻറ്റു 9.8. 45 ഇൻറ്റു 9.8 ഈക്വൽ ടു 75. 45 എത്രയാ? 120. ഇതിനെ കണ്ടുപിടിക്കാം. എത്ര കിട്ടും? 45 ഇൻറ്റു 9.8 ഡിവൈഡഡ് ബൈ 120. 3.675. 3.675. ഇനി നമുക്കിതൊന്നല്ല കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടൈമാണ്. 3 ഇത് താഴോട്ട് പോകുമ്പോൾ. അപ്പൊ ആക്സലറേഷൻ കിട്ടിയല്ല. ആക്സലറേഷൻ എന്താണ്? 3.6. അപ്പൊ അത് ഇവിടെ ഇപ്പുറത്തേക്ക് മാറ്റിയിരിക്കണേ. ഇൻറ്റു 3.675 ഒക്കെ അവിടെ കിടക്കട്ടെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ടൈം കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ടൈം ഈക്വൽ ടു ഇത് 6/3.6. 6 ഹരിക്കണം 3.6 അതിന്റെ റൂട്ട് ഏകദേശം 1.27 കിട്ടും. 1.27 കിട്ടും. പിന്നെ അതിന്റെ കൂടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വാട്ട് വെലോസിറ്റി വിത്ത് ഇറ്റ് സ്ട്രൈക്ക് ദി ഫ്ലോർ. 3 മീറ്റർ താഴെയാണ് ഫ്ലോർ. അപ്പൊ അതിലേക്ക് എത്തുമ്പോഴേക്കും അതിന്റെ വെലോസിറ്റി എത്രയായിരിക്കും? ഇതും നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പൊ ടൈം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ അറിയാലോ. v² = u² + 2as. u² 0 ആണ്. അപ്പൊ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു u² 0 അല്ലേ. അപ്പൊ 2as എന്ന് മാത്രമായിരിക്കും. എ കിട്ടിയിട്ടുണ്ടല്ലോ 3.6. u² = u² + 2as. എ കഴിഞ്ഞ് എസ് എത്രയാണ്? 3 മീറ്ററാണ് താഴോട്ട് ഇറങ്ങണേ. അത് കിട്ടി. അപ്പൊ 2 ഇൻറ്റു 3.67 ഇൻറ്റു 3. അതിന്റെ റൂട്ട് എടുക്കണേ, മറക്കല്ലേ. ഏകദേശം 4.6 കിട്ടും. 4.6 മീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെ എഴുതണം. അപ്പൊ ടൈം എന്ത് കിട്ടി? 1.27 സെക്കൻഡ്. പിന്നെ അതേപോലെ എന്ത് കിട്ടി? വെലോസിറ്റി കിട്ടി. അത് എത്രയാണ്? 4.6. നോക്കാം. ടൈം 1.2, വെലോസിറ്റി 4.71. നമുക്ക് 4.6 കിട്ടി. 6.9 നോക്കണം.
അപ്പൊ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്, ഒരു ടിപ്പിക്കലാണ്. സാധാ പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ ചെയ്യാൻ പറ്റാത്തൊരു പ്രോബ്ലമാണ്. 5-6 ഇക്വേഷൻ ഉണ്ട്. അതിൽ ബേസിക് ആയിട്ട് നമ്മൾ ഇത് എഴുതാനാണ് പഠിക്കേണ്ടത്. 45 താഴോട്ട് വലിക്കും, മേലോട്ട് പി വലിക്കും. അതെന്ന് പറയണത് ഈ ബോഡിയുടെ കേസ് മാത്രമാണ് എടുക്കേണ്ടത്. അപ്പൊ 45 മേലോട്ട് പി വലിക്കും. അതെന്ന് പറയണത് 45 അതായത് മാസ് ഇൻറ്റു ആക്സലേഷൻ. ഇതിന്റെ മാസ് എത്രയാണ്? ഇതിന്റെ വെയിറ്റ് 45 തന്നിട്ടുണ്ട്. അപ്പൊ 45/9.8 ഇൻറ്റു. ഇനി പിക്ക് വേറെ എന്ത് കൊടുക്കാം? പി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആകെ അറിയണത് ടോർക്ക് ഇസ് ഇതൂടെ ഐ ആൽഫ. ഐ ആൽഫ പി ഇൻറ്റു ആർ ആണ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ടോർക്ക്. അതിൽ നിന്ന് നമുക്ക് പി കണ്ടുപിടിച്ച് അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആക്സലേഷൻ കണ്ടുപിടിക്കുക. പിന്നെ അങ്ങോട്ട് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ മറ്റേ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അതിലിട്ട് കൊടുക്കാം. ഇവരങ്ങനെ തന്നെയാണ് ചെയ്തത്. അല്ല, ഇവര് ടൈമും കിട്ടിയില്ല. ടൈം 1.28 കിട്ടി. അപ്പൊ നമുക്ക് ആക്സലേഷൻ ഇൻറ്റു ടൈം എന്ന് എഴുതിയാൽ മതി. വെറുതെ മറ്റേ വി സ്ക്വയർ ഈക്വൽ ടു എടുക്കണ്ട. ഏത് ഇക്വേഷൻ ആയാലും എടുക്കാം. മറ്റേത് കൊടുക്കുക, ഇത് എടുക്കാം. വി ഈക്വൽ ടു യു പ്ലസ് 8 ആയാലും എടുത്താൽ മതി. ഈ രണ്ട് ഇക്വേഷനിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ഓക്കെ.